കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും പ്രശ്നങ്ങളും പതിവാണ്. അതിൽ ഏറ്റവും വലിയ അടിപിടി നടക്കുന്നത് കോൺഗ്രസിലും. പ്രവർത്തകരെക്കാൾ കൂടുതൽ നേതാക്കന്മാരുള്ള കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റിനായാണ് യുദ്ധം മുറുക്കുന്നത്. പുറത്തുള്ള രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ ശക്തമായ ആഭ്യന്തര യുദ്ധമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു. കെ സുധാകരനാണ് ഇത്തവണ കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. തനിക്ക് മത്സരിക്കണമെന്ന് വാശി പിടിച്ച കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം വിയർത്തത് കുറച്ചൊന്നുമല്ല. ഇപ്പോഴിതാ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് കെ സുധാകരൻ മറ്റൊരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യ പിന്തുണയുമായാണ് കെ സുധാകരൻ എത്തിയത്. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുമെന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കെ സുധാകരൻ പറഞ്ഞത്. ഇതിലൂടെ വി.ഡി. സതീശനോടും കെ.സി. വേണുഗോപാലിനോടുമുള്ള എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ് കെ സുധാകരൻ. മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനുള്ള കാരണം അകത്തു നിന്നും ഒരാൾ പരാതി നൽകിയത് കൊണ്ടാണെന്നും ആളെ എനിക്കറിയാമെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷെ ആളെ ഇപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞ കെ സുധാകരൻ ഇപ്പോൾ പരസ്യമായി നടത്തിയ പ്രതികരണത്തിലൂടെ എല്ലാ എതിർപ്പും വിഭാഗീയതയും വ്യക്തമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു പരസ്യ പ്രതികരണം ഉണ്ടായത് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇതോടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പടപൊരുതുന്ന വി.ഡി. സതീശനും അത് അടിയായിട്ടുണ്ട്. ഇത് വെറും ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ല, കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വത്തിനെതിരായ ഒരു തുറന്ന വെല്ലുവിളി കൂടിയാണ്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾ തമ്മിൽ തുറന്ന പോരാട്ടം നടത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെ കോൺഗ്രസ് ഒരൊറ്റ ശബ്ദത്തിൽ സംസാരിക്കുന്ന പാർട്ടിയല്ല, മറിച്ച് പല ശബ്ദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പരസ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ദൗർബല്യവുമുണ്ട്. വോട്ടർമാർക്ക് മുൻപിൽ ഐക്യത്തോടെ നിൽക്കേണ്ട സമയത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം രാഷ്ട്രീയ ആക്രമണം നടത്തുകയാണ്. മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിൽ വി.ഡി. സതീശൻ മുന്നിലുള്ളപ്പോൾ സുധാകരന്റെ ഈ നിലപാട് അദ്ദേഹത്തിന് നേരിട്ടുള്ള തിരിച്ചടിയാണ്. പാർട്ടിക്കുള്ളിലെ പിന്തുണ പോലും സുരക്ഷിതമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ എതിരാളികൾക്ക് ഇതൊരു വലിയ ആയുധമായി മാറിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ സമാധാനമില്ലാത്തവർ സംസ്ഥാനം എങ്ങനെ ഭരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായി ഉയരുന്നത്.